FIR റെഡി ആയിട്ടുണ്ട്. ടീച്ചർ ഇതിലൊന്ന് സൈൻ ചെയ്യണം. അയ്യോ, വേറെ വഴിയില്ല ടീച്ചറെ. കുട്ടികളുടെ പേരൻസ് കൊടുത്ത മൊഴിയിൽ മനഃപൂർവ്വം പായസത്തിൽ വിഷം ചേർത്ത് കൊടുത്തു എന്ന് തന്നെയാണ്. മോട്ടീവ് എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും വേണം. എന്തായാലും ഇതിലൊന്ന് ഒപ്പിട്ട് തന്നേക്ക്. ഞങ്ങൾക്ക് കോർട്ടിൽ ഹാജരാക്കാനുള്ളതാ. സർ പ്ലീസ്, എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ഞാൻ സൈൻ ചെയ്ത് തന്നോളാം. കാര്യം പറഞ്ഞ ടീച്ചറിന് മനസ്സിലാവില്ലേ? ഇനിയും നിങ്ങൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് സേഫ് അല്ല. മീഡിയാസും നാട്ടുകാരും ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ ഈ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാർ വിചാരിച്ചാലും നടക്കില്ല. പറയുന്നത് കേൾക്ക്. സാറേ, എന്റെ മോൻ ഒന്നിങ്ങ് വന്നോട്ടെ. അവൻ വന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ. ചേടാ, നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതിനകത്ത് സൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കാല് പിടിക്കാനൊന്നും പോലീസിന് പറ്റില്ല. പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് സൈൻ ചെയ്യാൻ നോക്ക്. ഇല്ല സർ, ഞാൻ സൈൻ ചെയ്ത് തരില്ല. ഓ, അങ്ങനെയാണോ? നോക്കൂ ചേ, ഇതിലല്ല ഇതിന്റെ അപ്പുറത്തെ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കാൻ പോലീസുകാരെ കൊണ്ടാവും. ഇനി ഞാൻ തനി പോലീസാവും. സർ, അതൊന്നും വേണ്ട സർ. ഞാൻ ഗൗതം ഗോപിനാഥ്, ഈ നിൽക്കുന്ന നിധിയുടെ ഹസ്ബൻഡ്, ഈശ്വരമംഗല ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD. സാർ എഴുതി വെച്ച FIR-ൽ ഒപ്പിടിക്കുന്നതിന് വേണ്ടി നിധിയെ നിർബന്ധിക്കണ്ട സർ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു നിസ്സാര ഒഫൻസ് അല്ല. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മറുപടി പറയേണ്ടത് ഞാനാ. കൊലപാതക ശ്രമമാണ് കേസ്. അതും കുറച്ച് കുട്ടികൾക്ക് പായസത്തിൽ പോയിസൺ ചേർത്ത് കൊടുത്തു എന്നാണ് മൊഴി. സാർ പറഞ്ഞ വളരെ ശരിയാ. പക്ഷെ കുറ്റം ആരോപിക്കേണ്ടത് അത് ചെയ്തവരുടെ പേരിലല്ലേ സാർ? നിധി കുട്ടികൾക്ക് പായസം കൊടുത്തു എന്നത് നേരാ. പക്ഷെ അതിൽ വിഷം ചേർത്തത് നിധിയല്ല. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്ത ആളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നടന്നത് എന്താണെന്ന് എന്നോട് ഏറ്റു പറയുകയും ചെയ്തിട്ടുണ്ട്. ആരാ മോനെ അത് ചെയ്തത്? പുറത്തു നിൽപ്പുണ്ട്, ഞാൻ വിളിക്കാം. അതേ, കേറി വാങ്ങോട്ട്. ഇത് വാസന്തി, ഞങ്ങളുടെ വീട്ടിലെ സെർവൻ്റ് ആണ്. നടന്ന സംഭവങ്ങൾ എന്താണെന്ന് വള്ളി പുള്ളി തെറ്റാതെ വാസന്തി പറഞ്ഞു തരും. പറയൂ വാസന്തി, സത്യത്തിൽ എന്താ സംഭവിച്ചത്? പറയാൻ. മാഡം, ഇവിടെ ഗൗതം സാർ വന്നിരുന്നു. സാറ് വന്ന് വാസന്തിയെ പിടിച്ച് കാറിൽ കയറ്റിക്കൊണ്ട് പോയി. എന്തോ പ്രശ്നമുണ്ട് മാഡം. ആ കൊച്ചുങ്ങൾ ബോധം കെട്ട് വീണതിന് പിന്നിൽ വാസന്തിയാണെന്ന് തോന്നുന്നു. ശരി മാഡം. ഗൗതം വന്ന് വാസന്തി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ ആയിരിക്കും. ചോദ്യം ചെയ്യുമ്പോ ഞാനാണ് ചെയ്യിച്ചതെന്ന് വാസന്തി പറഞ്ഞാൽ അതോടെ എന്റെ പണി കഴിയും. ഇനിയിപ്പോ എന്ത് ചെയ്യും? സ്റ്റേഷനിലേക്കൊന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഗൗതമാണെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് അപകടമാ. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശിവാനി, ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം. ആന്റി, ഒരു അത്യാവശ്യ കാര്യം ചോദിക്കാനാ ഞാൻ വിളിച്ചേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? നോക്ക്, ഞാൻ കുറച്ച് ടെൻഷനില്ല. എന്താണെന്ന് വെച്ചാ വേഗം പറയൂ. ഒന്നുമില്ല ആന്റി, അമ്മയ്ക്ക് ഒരാഗ്രഹം, അതൊന്ന് സാധിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഒരാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാനിപ്പോ. നീ ഒന്ന് ഫോൺ വെച്ചേ. അയ്യോ, വയ്ക്കില്ലേ. ആഗ്രഹം എന്താന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ? ആന്റിക്കിത് നിസ്സാരമായിട്ട് സാധിച്ചു തരാൻ പറ്റും. ഒരു സമ്മതം തന്നാ മാത്രം മതി, ബാക്കി ഞാൻ ചെയ്തോളാം. ശരി, എന്താ നിനക്കിപ്പോ വേണ്ടത്? അതെ, അമ്മയ്ക്ക് നീതി ജയിലിൽ കിടക്കുന്ന ഒന്ന് കാണണമെന്ന്. ഞാനും അമ്മയും കൂടി ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നോട്ടെ? ഹലോ
ആന്റി എന്തൊന്നും പറയാത്തെ? ഞങ്ങൾ വന്നെന്ന് അവൾ ജയിലിൽ കിടക്കുന്ന കണ്ടോട്ടെ ആന്റി, അതൊരു സന്തോഷല്ലേ? എങ്കിലേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാ മതി. നേരെ സ്റ്റേഷനിലേക്ക് വന്നേക്ക്. ജയിലിൽ കിടക്കുന്നത് വൃത്തിയായിട്ട് കാണാം, പക്ഷേ അവിടെ കിടക്കുന്നത് നിധി ആയിരിക്കില്ല, ഞാനായിരിക്കുമെന്ന് മാത്രം. അത് കാണണമെങ്കിൽ വെച്ച് താമസിപ്പിക്കണ്ട, പെട്ടെന്ന് തന്നെ പോര്, അമ്മയും മോളും കൂടെ. ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഗൗതം ഇവിടെ വീട്ടിൽ വന്ന് ആ വാസന്തിയും വിളിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണ് പായസത്തിൽ വിഷം ചേർത്തതെന്ന് ആ വാസന്തിയുടെ നാവിൽ നിന്നെങ്ങാനും വീണ സ്പോട്ടിൽ എന്റെ അറസ്റ്റ് നടക്കും. ഞാൻ വിരിച്ച വലയില് ഞാൻ തന്നെ വീണെന്നാ തോന്നുന്നത്. ദയവ് ചെയ്ത് നീ ഇപ്പോഴെങ്ങും എന്നെ വിളിച്ചേക്കല്ലേ, ഫോൺ വെച്ചേ. ആന്റി, അയ്യോ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. നിധി ടീച്ചർ ഉണ്ടാക്കി വെച്ച പായസത്തിൽ വിഷം ചേർത്തത് അപ്പോ വാസന്തിയാണ് അല്ലേ? അതെ സർ. സമ്മതിച്ചു, വിഷം ചേർത്തത് വാസന്തി തന്നെ. പക്ഷെ എനിക്കറിയേണ്ടത് ആര് പറഞ്ഞിട്ടാണ് വാസന്തി വിഷം ചേർത്തതെന്നാണ്. പറയൂ വാസന്തി, ആര് പറഞ്ഞിട്ടാ വാസന്തി പായസത്തിൽ വിഷം കലർത്തിയത്? ആരും പറഞ്ഞിട്ടല്ല, ഞാൻ തനിച്ചെല്ലാം ചെയ്തത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഈ നിൽക്കുന്ന ഗൗതം സാർ കുറ്റം ഏറ്റെടുത്താൽ വാസന്തിക്ക് എത്ര രൂപ തരാന്ന് പറഞ്ഞു? സത്യം ധൈര്യമായിട്ട് പറഞ്ഞ വാസന്തി. ഗൗതം സാർ പണം തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ വാസന്തി കുറ്റം ഏറ്റു പറഞ്ഞത്? ഉള്ളതുപോലെ പറഞ്ഞാൽ വാസന്തിക്ക് തടിയൂരി പോവാം. സർ, മടിക്കണ്ട, എന്തെന്ന് വെച്ചാൽ പറഞ്ഞോ. ആരും കുറ്റേക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ തനിച്ചാണ് സർ കുട്ടിയൊക്കെ പായസത്തിൽ വിഷം കൊടുത്തത്. പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. വാസന്തി പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു കാര്യവുമില്ലാതെ, ഒരു പരിചയവുമില്ലാത്ത കുറച്ച് കുട്ടികൾ കഴിക്കേണ്ട പായസത്തിൽ വെറുതെ അങ്ങ് വിഷം കലർത്തി അവരെ കൊല്ലാൻ നോക്കിയെന്ന് പറയുമ്പോ അത് വിശ്വസിക്കാൻ വേണ്ടി വിഡ്ഢികളാണ് പോലീസുകാരെന്ന് വാസന്തിക്ക് തോന്നുന്നുണ്ടോ?